ഇന്ന് നമുക്ക് കടകളിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ പഴംപൊരി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ഏത്തപ്പഴമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നിറച്ച് അരിപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ കൂടി പോകരുത്. കൂടിയാൽ ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മഞ്ഞളിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുവാണ്. ഇതിലേക്ക് ഞാൻ 3 ഏലക്ക ചതച്ചിട്ട് ചേർക്കുവാണ്. നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിക്ക് പകരം നമുക്ക് ചെറുജീരകം ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് സോഡാപ്പൊടി ചേർക്കുവാണ്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. ഒരു നുള്ള് ചേർത്താൽ മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1 ടേബിൾ സ്പൂൺ ദോശമാവാണ്. പുളിച്ചിട്ടുള്ള ദോശമാവ് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കടകളിൽ നിന്ന് മേടിക്കുന്ന പഴംപൊരിക്ക് ചെറിയൊരു പുളിപ്പ് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ദോശമാവ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നിറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ പഞ്ചസാര ചേർത്തിട്ടില്ല. പഴത്തിന് അത്യാവശ്യം മധുരമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുറേശ്ശെ ചേർത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഞാനിവിടെ 1 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാറ്റർ ഒത്തിരി അങ്ങ് ലൂസായി പോകരുത്. ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ബാറ്റർ ഒത്തിരി അങ്ങ് ലൂസായി പോയാൽ പഴത്തിലെ ആ ഒരു ബാറ്റർ നന്നായിട്ട് പിടിച്ച് കിട്ടത്തില്ല കേട്ടോ. ഇതുപോലെ ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ്. അപ്പോഴേക്കും മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കത് 1 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ഏത്തപ്പഴമാണ്. ഓരോ പഴവും 3ആയിട്ട് നീളത്തിന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള പഴമാണെന്നുണ്ടെങ്കിൽ 4ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മാവ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. മാവ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഓരോ പീസ് പഴം നമുക്ക് മാവിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ട് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ പാകത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഓരോ പീസ് പഴം ഇതുപോലെ എടുത്തിട്ട് ബാറ്ററിൽ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഓരോന്നും നമുക്ക് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. രണ്ട് സൈഡും നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു സൈഡ് റെഡിയായിട്ട് വരുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതായത് 2 സൈഡും നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നതെല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ഇങ്ങോട്ട് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.